മുൻനിരയിലേക്ക് എത്തിക്കാനും അവരുടെ പ്രാധാന്യം സമൂഹത്തിന് ബോധ്യപ്പെടുത്താനും ഉള്ള ദിനമാണ് വനിതാ ദിനം. സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക, അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കുക, അവർക്ക് കരുത്തും സുരക്ഷയും പകരുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്തിട്ടുള്ളതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ പോഷക സംഘടനയായ വനിതാ സംഘം. വനിതാ ദിനവും വനിതാ സംഘവും എന്ന വിഷയത്തിൽ ഇന്ന് ക്ലാസ് നയിക്കുന്നത് കോട്ടയം SNDP യൂണിയൻ വനിതാ സംഘത്തിന്റെ ആദരണീയായ സെക്രട്ടറി ശ്രീമതി സുഷമ മോനപ്പൻ അവറുകളാണ്. ആചന്ദ്രതാര പ്രശോഭിനി സഭ നടത്തപ്പെട്ടിരുന്ന മണത്തറ കുടുംബത്തിലെ അംഗവും കോട്ടയം യൂണിയന്റെ ആദ്യകാല സെക്രട്ടറിയും CMS ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററുമായിരുന്ന മണത്തറ ശ്രീ K. വേലുപ്പണിക്കരുടെ ബന്ധുവുമായ സുഷമാജി ബാല്യം മുതലേ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള വ്യക്തി കൂടിയാണ്. ശ്രീനാരായണ ദർശനത്തിൽ അടിയുറച്ച് ജീവിതം നയിക്കുന്ന സുഷമ മാഡത്തെ ഏറെ സ്നേഹാദരവുകളോടെ ക്ലാസ് എടുക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സുഷമാജി. നമസ്തേ. ശിവഗിരി ശിഖരാഗ്രേ ദിവ്യ പത്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിദ്വം സപാദം സുജന നികര സേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷ വിനാശം നൗമി നാരായണാഖ്യം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാ അധീതമസ്തു മാ വിദുഷാവഹൈ. ജഗത്വാണി ഗുരുവാര പാഠശാലയിലെ എല്ലാ സുഹൃതികൾക്കും, എന്നെ ശ്രവിക്കുന്ന എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും എന്റെ വിനീത നമസ്കാരം. ഒരു വനിതാ ദിനം കൂടി സമാഗതമായിരിക്കുന്നു. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ഓരോ വനിതാ ദിനവും സ്ത്രീകളുടെ വിജയങ്ങളും ആഘോഷങ്ങളും കൊട്ടിഘോഷിച്ചുകൊണ്ട് മുന്നേറുന്നു. എല്ലാ വർഷവും സ്ത്രീ സംബന്ധിയായ സ്ത്രീ ശാക്തീകരണത്തിനുതകുന്ന ക്ലാസുകളും പഠനങ്ങളും കൊണ്ടാണ് മാർച്ച് 8 മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ ആരോഗ്യം, തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബം തുടങ്ങി വിവിധ മേഖലകളിൽ വനിതകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ലോക വനിതാ ദിനം. 1857 ന്യൂയോർക്കിലെ ഒരു തുണിമില്ലിലെ സ്ത്രീജനങ്ങൾ അവർക്ക് തുല്യവേതനത്തിനും സമയനിഷ്ഠയ്ക്കും ഒക്കെ വേണ്ടി തുടങ്ങിയ സമരത്തിന്റെ തുടക്കമാണ് ലോക വനിതാ ദിനം. അതിനുശേഷം 1909 വനിതാ ദിനം അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങുകയുണ്ടായി. 1909 10 ഒക്കെ വനിതാ ദിനങ്ങളുടെ ആഘോഷങ്ങൾ നടന്നു എങ്കിലും 1904 SNDP യോഗത്തിന്റെ പ്രഥമ വാർഷിക പൊതുയോഗത്തിൽ വനിതാ സമാജം കൂട്ടിക്കൊണ്ട്, വനിതകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട്, വനിതകളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിക്കൊണ്ട്, വനിതകളുടെ ഉയർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ വിഭാവന ചെയ്ത ഒരു സ്ത്രീ സമ്മേളനം നടക്കുകയുണ്ടായി. SNDP യോഗം വനിതാ സംഘത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അന്ന് നടന്ന ആ വനിതാ സമാജത്തിന്റെ ആദ്യ സമ്മേളനം തന്നെ ആണെന്ന് പറയാം. സംഘടനകളുടെ മാതാവായ SNDP യോഗത്തിന്റെ ഒരു പോഷക സംഘടനയായി 1975 വനിതാ സംഘം നിലവിൽ വന്നത്. 1904 നടന്ന ആ വനിതാ സംഘടന, വനിതാ സമാജത്തിൽ അല്ലെങ്കിൽ വനിതകളുടെ കൂട്ടായ്മയായ ആ യോഗത്തിൽ SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ പൽപുവിന്റെ മാതാവായ പപ്പമ്മയും ഡോക്ടർ പൽപുവിന്റെ ഭാര്യയായ ഭഗവതി അമ്മയും സന്നിഹിതരായിരുന്നു, പ്രസംഗങ്ങൾ നടത്തിയിരുന്നു, സ്ത്രീകളെ ഉദ്ബോധിപ്പിക്കാനായി വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. 1975 അന്താരാഷ്ട്ര വനിതാ വർഷമായും അന്താരാഷ്ട്ര വനിതാ ദിനമായും ഒക്കെ ആഘോഷിച്ച ആ വർഷം തന്നെയാണ് SNDP യോഗത്തിന്റെ വനിതാ സംഘം നിലവിൽ വന്നത്. ഇന്ന് SNDP യോഗം വനിതാ സംഘം സ്ത്രീകളുടെ ഉയർച്ചയെ അല്ലെങ്കിൽ സ്ത്രീകളുടെ മുന്നേറ്റത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്
പലവിധ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായി ഉന്നതിക്ക് സ്ത്രീകളെ മുന്നോട്ട് നയിക്കുക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കോട്ടയം SNDP യൂണിയൻ വനിതാ സംഘത്തിന്റെ 103 ശാഖകളിലെ ഏതാണ്ട് 90% വരുന്ന വനിതാ സംഘവും അവരുടേതായ ലക്ഷ്യങ്ങളിൽ അവരുടേതായ പ്രവർത്തനങ്ങളിൽ അവർ മുഴുകി ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും മുമ്പ് നമ്മൾ വനിതാ ദിനത്തിന്റെ ശാക്തീകരണത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ എത്രമാത്രം മുന്നോട്ട് പോകുന്നു എന്ന ഒരു വിശകലനം കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രമേയം അല്ലെങ്കിൽ വിഷയം ലിംഗസമത്വം കൈവരിക്കുന്നതിനായി നടപടി വേഗപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ലിംഗസമത്വം ലിംഗസമത്വത്തിനെ കുറിച്ചുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. ഓരോ വർഷവും കൃത്യമായി വനിതാ ദിനം ആചരിക്കുമ്പോൾ അതിന് ഓരോരോ വിഷയങ്ങൾ മുഖ്യധാരയിലേക്ക് എടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ആചരിച്ചത് വിരൽത്തുമ്പിലെ ലോകം അല്ലെങ്കിൽ വനിതാ ശാക്തീകരണത്തിന് സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം എന്ന വിഷയമായിരുന്നു. ഓരോ വർഷവും ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിലേക്ക് കടക്കുന്നു. ആദ്യ വനിതാ ദിനത്തിൽ സ്ത്രീ ശാക്തീകരണവും സ്ത്രീ ശാക്തീകരണത്തിലൂടെ മാനവിക ശാക്തീകരണം എന്ന വിഷയമായിരുന്നു ലക്ഷ്യം എങ്കിൽ ഓരോ വർഷവും നമ്മൾ കൊട്ടിഘോഷിക്കുന്നു, വനിതകളുടെ മുന്നേറ്റത്തെ കുറിച്ച് പറയുന്നെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇത് എത്രത്തോളം നടപ്പിലായിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയല്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല വിഷയങ്ങൾ നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ വിഷയങ്ങളിലേക്ക് എടുക്കുക. ഈ സമകാലിക വിഷയം തൊട്ടടുത്ത ദിവസം നമ്മളുടെ ജില്ലയിൽ തന്നെ നടന്ന ഒരു വിഷയത്തിലേക്ക് നമുക്ക് കണ്ണോടിച്ച് നോക്കാം. ഒരു BSc നഴ്സിംഗ് പാസ്സായ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ 2 കുട്ടികളെ മാറത്ത് കെട്ടിയടിച്ചുകൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടിയ കഥ നമ്മൾ വായിച്ച് അതിന്റെ നൊമ്പരങ്ങളിൽ നിന്നും നമ്മൾ മാറിയില്ല. എന്തുകൊണ്ടാണ് ഇത് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കുടുംബത്തിൽ സുരക്ഷയില്ലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്ത്രീ സുരക്ഷ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് എന്നതിന് ഒരു മുന്നോടിയായി ഞാൻ ഈ കഥ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് സ്ത്രീ സുരക്ഷ എപ്പോഴും തുടങ്ങുക. അതുപോലെ തന്നെ ലിംഗസമത്വമായാലും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് എപ്പോഴും തുടങ്ങേണ്ടിയിരിക്കുന്നത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്, കുട്ടി ആണോ പെണ്ണോ? അവിടെ തന്നെ തുടങ്ങുന്നു നമ്മളുടെ വിവേചനത്തിന്റെ മുന്നേറ്റങ്ങൾ. അതായത് ഒരു കുട്ടി ഒരു കളിപ്പാട്ടം എടുത്ത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ടെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമ്പോൾ അവൻ ആൺകുട്ടിയല്ലേ, അവന് വിട്ടുകൊടുത്തേക്കൂ, നീ പെൺകുട്ടിയല്ലേ എന്ന് പറയുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഇന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ വിദ്യാഭ്യാസപരമായി മുന്നേറ്റത്തിൽ നിൽക്കുന്ന പല കുടുംബങ്ങളിലും അതിന് മാറ്റങ്ങളുണ്ട്. ആ രീതിയിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാനും. കാരണം അവിടെ ഒരു വിവേചനമൊന്നും എന്റെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതുപോലുള്ള കുടുംബങ്ങളില് മാത്രമാണ് വിവേചനമില്ലാതെ കുട്ടികൾ വളരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ഞാൻ ഈ അടുത്തിടയിലെ സംഗതി വെച്ചാൽ കണ്ട ഒരു ലഘു ചിത്രമുണ്ട്. അതായത് ആ ചിത്രം കാണാൻ ഉദ്ദേശിച്ച് ടൊവിനോ തോമസും അമല പോളിന്റെയും പടം കണ്ടുകൊണ്ടാണ് ആ സിനിമ കാണലിലേക്ക് പോയത്. 2 പെൺകുട്ടികൾ എന്ന് പറയുന്നത്. നമ്മൾ പി പത്മരാജൻ പണ്ട് എടുത്ത ഒരു പടം ഉണ്ടായിരുന്നു, കരിയിലക്കാറ്റ് പോലെ. അതുപോലെ തന്നെ ഉള്ള ഒരു ഇതിവൃത്തമാണ് ഇതിലേക്കും വരുന്നത്. ഒരു പെൺകുട്ടി അവളുടെ വീട്ടിൽ ഉറക്കെ സംസാരിക്കുമ്പോൾ, മോളെ നീ പെൺകുട്ടിയാണ്, അത്രയും ഉറക്കെ സംസാരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ, മോളെ നീ പെൺകുട്ടിയാണ്, ഇത്രയും ഉറക്കെ സംസാരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, മോളെ നീ പെൺകുട്ടിയാണ്, ഇത്രയും ഈ രൂപത്തിൽ ഇരിക്കാൻ പാടില്ല. പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടേതായ നിയന്ത്രണങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന അമ്മമാരാണ് നമുക്കുള്ളത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ചെറുപ്പകാലത്ത് തന്നെ നമ്മൾക്ക് അമ്മമാർ പറഞ്ഞു തരുന്ന കഥകളിലൊക്കെ തന്നെയും എത്ര സുന്ദരിയായ ഒരു രാജകുമാരിയാണെ പോലും ആ രാജകുമാരിയെ രക്ഷിക്കുന്ന ഒരു പുരുഷന്റെ പരിവേഷമാണ് നമ്മൾക്ക് എപ്പോഴും കൂടുതൽ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്, അല്ലെ? അങ്ങനെ ഒരു ചുറ്റുപാടുകളിലാണ് സ്ത്രീകൾ ഇന്നും വളർന്നു വരുന്നത്. അതായത് കൂടിയ വീടുകളിലും ഇങ്ങനൊക്കെ തന്നെയാണ് വളർന്നു വരുന്നത് എന്ന് നമുക്ക് സംശയലേശമന്യേ പറയാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഇന്ന് സമൂഹത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതിയിലേക്ക് വരുന്നുണ്ട്.
ധാരാളം കുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടി പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ വിവേചനം തൊഴിലിടത്തിലായാലും വിദ്യാഭ്യാസ സ്ഥലങ്ങളിലായാലും എവിടെയും ഈ വിവേചനം ഇന്നും നിലനിൽക്കുന്നു എന്നതിന് യാതൊരു മാറ്റവുമില്ല. ഇന്നും അതേ രൂപത്തിൽ തന്നെ നിലനിന്ന് പോകുന്നതായി നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വലിയ വലിയ മുന്നേറ്റങ്ങളും വലിയ വലിയ പ്രസംഗങ്ങളും ഒക്കെ ധാരാളം നടക്കുന്നുണ്ട്, ധാരാളം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതേ രൂപത്തിൽ ചർച്ചകളും ഒക്കെ ഇപ്പൊ ഈ മാർച്ച് 8 അനുബന്ധിച്ച് ധാരാളം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് വനിതാ സംഘത്തെ സംബന്ധിച്ചാണെങ്കിലും മാർച്ച് 8 ലിംഗസമത്വം നടപ്പിലാക്കുന്നതിനെ കുറിച്ചൊരു ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും ചില സാങ്കേതിക കാരണങ്ങളാൽ അത് മാർച്ച് 22 മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാർച്ച് 22 തീർച്ചയായും ഉണ്ടാവും, അത് ഇതിനു വേണ്ടി തന്നെയുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം ക്ലാസ്സുകൾ നമ്മൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ ഓർക്കുക, നമ്മുടെ സമൂഹത്തിലേക്ക് കണ്ണിട്ടുക, സ്ത്രീ പീഡനങ്ങളും കൊലപാതകങ്ങളും അങ്ങനെയുള്ള കർമ്മങ്ങളും ബന്ധങ്ങളും ധാരാളം നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊക്കെ ഒരു തടയിടണമെങ്കിൽ എന്ത് ചെയ്യണം? നാം തന്നെ മുന്നിട്ടിറങ്ങണം, അല്ലെ? മറ്റുള്ള അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാതെ, മറ്റുള്ള അവസരങ്ങൾ താനേ വരുമെന്ന് ചിന്തയോടെ നോക്കിയിരിക്കാതെ നമ്മൾക്ക് അവസരങ്ങൾ കയ്യെത്താൻ വേണ്ടി നാം എപ്പോഴും മുന്നിട്ടിറങ്ങിയാണ് വേണ്ടത്. പലപ്പോഴും നമ്മൾ സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ട് പറയാറുണ്ട്, എന്ത് മനോഹരമായ ശില്പം അല്ലെങ്കിൽ എന്ത് മനോഹരമായ സൃഷ്ടി എന്ന് സ്ത്രീകളെ നോക്കി നമ്മൾ എപ്പോഴും ഉദ്ഘോഷിക്കാം. അതേ സമയം തന്നെ ചിലർ പറയാറുണ്ട്, ചപലേ നിന്റെ പേരാണ് സ്ത്രീ എന്നല്ലേ. ആ ഒരു വിവേചനം ഇന്നും തുടരുന്നു. സ്ത്രീകളെ ഒരു വലിയ നിലയിലേക്ക് അംഗീകരിക്കാൻ വിസമ്മതമുള്ള ധാരാളം ജനങ്ങൾ ഇന്നുമുണ്ട്. നാരകം നട്ടടം പൂവളം കെട്ടിടം നാ പെറ്റിടം നാരി ഭരിച്ചിടം എന്ന് ഒരു ചൊല്ലുപോലുമുണ്ട്. അതായത് സ്ത്രീകൾ ഭരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തോ നശിച്ചു പോകും എന്നുള്ള അർത്ഥത്തിൽ പറയും. നമുക്ക് നോക്കുക, നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യക്ക് എന്തായിരുന്നു കുഴപ്പം? അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ദ്രൗപദി മുർമു, അതുപോലെ എത്രയെത്ര പ്രതിഭ പാട്ടീൽ, അതുപോലെ മലാല യൂസഫ്സായി, നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും വനിതകൾ കരുത്തുള്ളവരായി തീർന്ന് നമുക്ക് കാണാം. ഇന്നത്തെ പത്രം തന്നെ എടുത്തു നോക്കിയാൽ ആദ്യ നിയമ സെക്രട്ടറിയായി അഞ്ജു രതിറാണയുടെ പേര് നമ്മൾ കേൾക്കുന്നു. അതുപോലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ചെയർപേഴ്സണായി ശാലിനി വാര്യരെ നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ നോക്കുക, വനിതാ സംഘത്തിന്റെ കേന്ദ്ര സമിതി സെക്രട്ടറി ശ്രീമതി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കും. ഇതൊക്കെ നമുക്ക് അഭിമാനമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നും സ്ത്രീകൾക്ക് എതിരെ ഉള്ള അസമത്വങ്ങളും അടിച്ചമർത്തലുകളും ഒരു പരിധി വരെ നടക്കുന്നുണ്ട്. ഓരോ സ്ത്രീ പീഡന കേസുകൾക്കും ആ സ്ഥലത്തിന്റെ പേരിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അന്തഃപുര സംസ്കാരം ഇന്നും നിലനിൽക്കുന്നുണ്ടേ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിൽ നിന്നൊക്കെ മോചനമാക്കണമെങ്കിൽ നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങേണ്ടിയിരിക്കുന്നു. ഒരു പെൺകുട്ടി എന്തെങ്കിലും വിഷയവുമായി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അമ്മമാരെന്താണ് ചെയ്യുന്നത്? അവരെ എങ്ങനെയെങ്കിലും ആ പ്രശ്നം സോൾവ് ചെയ്യിച്ചിടാനാണ് നോക്കുന്നത്, അല്ലേ? അപ്പൊ ഞാൻ അതിനൊരു ചെറിയൊരു ഉദാഹരണം, ഒരു കഥയിലേക്ക് തന്നെ വരാം. ഒരു പെൺകുട്ടി അവളുടെ വീട്ടിൽ അവളുടെ പ്രശ്നങ്ങൾ നേരിടുന്നതിനായി വന്നെത്തിച്ചേരുന്നു. അപ്പോൾ അവൾ ആദ്യം പറയുമ്പോഴൊന്നും അമ്മ അതിന് വലിയ മുൻതൂക്കം ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നീട് അമ്മ അവളോട് പറയുണ്ടായി, നീ 2 ഗ്ലാസ് വെള്ളം എടുത്ത് സ്റ്റൗവിൽ വെയി, നമുക്കൊരു കാപ്പി കുടിക്കാമെന്ന്. അങ്ങനെ അവർ ആദ്യം കുറച്ച് വെള്ളം എടുത്തു വെച്ച് അടുപ്പിൽ വെച്ച് സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചു. അതിനകത്ത് കാപ്പിപ്പൊടിയും ഇട്ട് പഞ്ചസാരയും ഇട്ട് നല്ല ഊർജവും കരുത്തും സ്വാദം നൽകുന്ന നല്ലൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിച്ചു. അതിനുശേഷം ആ അമ്മ 2 പാത്രങ്ങളിൽ കുറേശ്ശെ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചു. ഒന്നിനകത്ത് 2 മുട്ടയിട്ടു, മറ്റൊന്നിനകത്ത് 2 ഉരുളക്കിഴങ്ങുമാണ് ഇട്ടത്. നമുക്കറിയാം, മുട്ട എന്ന് പറയുന്നതിന്റെ അകം വളരെ സോഫ്റ്റ് ആയ ഒരു ലായനിയാണ്, താഴെ വീണ പൊട്ടിപ്പോകുന്നതാണ്. ഉരുളക്കിഴങ്ങോ, അത് വളരെ ഹാർഡായ സാധനമാണ്. പക്ഷെ ആ വെള്ളത്തിൽ വീണ് കിടന്ന്, തിളച്ച വെള്ളത്തിൽ കിടന്ന് അത് പാകപ്പെട്ട് ആ മുട്ട ഉറയ്ക്കുകയും ഉരുളക്കിഴങ്ങ് സോഫ്റ്റ് ആവുകയും ചെയ്യുന്നു, അല്ലെ? ഇതൊക്കെ നമ്മൾ കണ്ടറിയുന്ന, അടുക്കളയിൽ നമ്മൾ നിത്യം ചെയ്യാറുള്ള കാര്യങ്ങൾ, നമുക്ക് പരിചിതമായ കാര്യങ്ങളാണ്. അതിൽ നിന്ന് നമ്മൾ എന്താണ് വെച്ചുന്നത്? ഓരോ അനുഭവങ്ങളാണ് ഓരോ സ്ത്രീക്കും കരുത്തും അവൾക്ക് എതിർക്കാനുള്ള ശക്തിയും ഒക്കെ നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. വനിതാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ ഇത് തന്നെയാണ്. ഓരോരുത്തരും മുന്നോട്ട് വന്ന് അവരുടെ കരുത്ത്
പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അവർക്ക് പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ ആ അവസരത്തിലൂടെ അവർ പ്രവർത്തിച്ച് മുന്നേറുകയാണ്. ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലേക്ക് തന്നെ കടക്കുമ്പോഴത്തേക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അമ്മമാരാണെന്ന് തന്നെ പറയാം. ഇപ്പൊ ഇവിടെ ഉരുളക്കിഴങ്ങിന്റെയും മുട്ടയുടെയും കാര്യം പറഞ്ഞു. അത് രണ്ടും ജീവിതത്തിന്റെ രണ്ട് അനുഭവങ്ങളുടെ ദിക്കിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും. ഒരു വാഷിംഗ് മെഷീൻ ഞെക്കുന്നത് പോലെ ആദ്യം ഞെക്കുന്നു, പിന്നെ അമർത്തുന്നു, പിന്നെ പിരിയുന്നു, വീണ്ടും കുതിർക്കുന്നു, പിന്നെ ഉണക്കുന്നു എന്നുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന പോലെയാണ് ഒരു സ്ത്രീയുടെ ജീവിതവും വരുന്നത്. സ്ത്രീകൾ എപ്പോഴും ഒരു കുടുംബത്തിന്റെ ജോലിക്ക് വേണ്ടി കൊണ്ടിരുന്ന ആളാണ് എന്നുള്ള ചിന്ത വിട്ടിട്ട് അവർക്ക് ഉയരാനുള്ള അവസരങ്ങൾ എല്ലാ കുടുംബങ്ങളിലും നൽകേണ്ടതാണ്. നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തുകൊണ്ട് വന്നാൽ ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒരു ജോലിക്കാരി എന്നത് ജോലിക്കാരിയുടെ സ്ഥാനമാണ്. ജോലിക്കാരിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു ജോലിക്കാരി ചെയ്യുന്നത് പോലെ അവൾ ആ വീട്ടിലെ ആളുകളുടെ എല്ലാവരുടെയും ശുശ്രൂഷയും പരിചരണവും അവരുടെ ഉയർച്ചയും മാത്രം ലക്ഷ്യമാക്കി ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് ഇന്ന് വളരെ മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇനിയും മാറേണ്ടിയിരിക്കുന്നു. അതിന് പ്രധാനമായിട്ട് വേണ്ടത് വിദ്യാഭ്യാസമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനൊരു വിദ്യാഭ്യാസ ഉയർത്തുന്നതിന് വേണ്ടി ആ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു വനിതാ സമാജം അല്ലെങ്കിൽ വനിതാ സമ്മേളനം 1904 നടത്തിയത്. അത് നമുക്കറിയാം. ഈ 1909 വനിതാ ദിനം ആദ്യമായി ആചരിക്കുന്നതിന് മുമ്പും 1975 അന്താരാഷ്ട്ര അതായത് ഐക്യരാഷ്ട്ര സഭ അംഗീകരിച്ച വനിതാ ദിനം വരുന്നതിനുമൊക്കെ എത്രയോ വർഷങ്ങളാണ്. ദീർഘദർശിയായ ഗുരു അങ്ങനെ ഒരു വനിതാ കൂട്ടായ്മയ്ക്ക് നമുക്ക് പ്രചോദനം നൽകി. ആ കൂട്ടായ്മയുടെ ഉത്തേജനത്തിൽ നിന്ന് ഉയർച്ചയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന വനിതാ സംഘങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കോട്ടയം SNDP യൂണിയൻ വനിതാ സംഘത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 49ാമത് വാർഷികം കഴിഞ്ഞു. അടുത്തത് 50ാമത് വാർഷികത്തിലേക്ക് കടക്കുകയാണ്. ഈ 50ാമത് വാർഷികം എന്ന് പറയുന്ന കനക ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തി അതിന് ഒരു ഭവന നിർമ്മാണത്തിനും ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നു. ആ ഭവന നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഉത്തേജനങ്ങളും കാര്യങ്ങളും ഒക്കെയായി മുന്നേറി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് തന്നെ 50ാം വാർഷികം വളരെ കേമമായി ഘോഷിച്ച് നടത്തണം എന്നും ആഗ്രഹിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിനായി മുന്നിട്ടിറങ്ങുന്ന വനിതാ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിൽ അലസരായി കഴിയുന്ന സ്ത്രീകളെ ഉത്തേജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശവുമുണ്ട്. എല്ലാവരും വിദ്യാസമ്പന്നരൊന്നും അല്ല. നമ്മളെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ താഴേക്കിടയിലുള്ള ആശ്രയങ്ങളില്ലാതെ സമൂഹത്തിൽ രക്ഷയില്ലാതെ ധാരാളം ആളുകളുണ്ടെന്ന് നമുക്കറിയാം. അവർക്കൊക്കെ നമ്മൾ ഒരു കൈത്താങ്ങായി നിന്നുകൊണ്ട് അവരെ സഹായിക്കുക എന്നതും SNDP യോഗം വനിതാ സംഘത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണ്. അതിലൊക്കെ ഉപരി നിരാലംബരായ ധാരാളം മാതാപിതാക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? നിരാലംബൻ എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളൊക്കെ ചിലപ്പോൾ വിദേശത്ത് പോയതായിരിക്കാം, അല്ലെങ്കിൽ ഈ അണുകുടുംബങ്ങളുടെ സാധ്യത കൂടി വന്നതോടുകൂടി പരസ്പരം സഹായിക്കാൻ ആളില്ലാത്ത ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ആ പരസ്പര സഹായമില്ലാതെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുവാൻ നമ്മളെ ഓരോ വനിതാ സംഘ യൂണിറ്റും സന്നദ്ധരായി മുന്നേറുന്നു. അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും പ്രവർത്തന സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ യൂണിയൻ വനിതാ സംഘവും അതുപോലെ കേന്ദ്ര സമിതി വനിതാ സംഘവും എപ്പോഴും മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഏത് തരത്തിലാണെങ്കിലും സ്ത്രീകളുടെ മുന്നേറ്റം എന്നത് മാത്രമാണ് എല്ലാ വനിതാ സംഘടനകളുടെയും ലക്ഷ്യം. സ്ത്രീ ശാക്തീകരണം എന്നൊന്നു മാത്രമാണ് ഓരോ വനിതാ സംഘടനയുടെയും ലക്ഷ്യം. SNDP യോഗം വനിതാ സംഘത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം സ്ത്രീ ജനങ്ങൾ അല്ലെങ്കിൽ വനിതകൾ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏക വനിതാ സംഘടന SNDP യോഗം വനിതാ സംഘം ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ആ വനിതാ സംഘത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല രൂപത്തിൽ നമുക്ക് കരുത്തായി ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലായിരിക്കണം എപ്പോഴും നമ്മളുടെ ലക്ഷ്യവും. സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ തിരിച്ചറിയാൻ എളുപ്പം കഴിയും. അവരുടെ സ്വരം, ഗന്ധം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ പുരുഷന്മാരെ അപേക്ഷിച്ച് എപ്പോഴും സ്ത്രീകൾ തന്നിലാണ് മുന്നില്. അങ്ങനെ സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയാൽ സമൂഹത്തിലെ കാര്യങ്ങളായാലും ശരി, കുടുംബത്തിലെ കാര്യങ്ങളാണേലും ഒക്കെ തന്നെ ശരിയാക്കി എടുക്കാനുള്ള കഴിവും ഒരു പ്രായോഗിക ബുദ്ധിയും
സ്ത്രീകൾക്ക് കൂടുതലുണ്ട് എന്നറിയാം. അതാദ്യം നമുക്ക് തുടങ്ങേണ്ടത് കുടുംബങ്ങളിൽ നിന്ന് പിന്നീട് സമൂഹത്തിലേക്ക് കിടക്കണം. ആ സമൂഹത്തിന്റെ കൂട്ടായ്മയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ കൂട്ടായ്മയായവന്. സ്വയം അവബോധം ആർജിച്ചവർ സംഘടിച്ചാൽ ഉള്ള അവർക്ക് സമൂഹത്തിൽ വരുത്താവുന്ന മാറ്റങ്ങളെ കുറിച്ചും രാഷ്ട്രത്തിൽ ചെലുത്താവുന്ന സ്വാധീനത്തെ കുറിച്ചും ഒക്കെ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ചിന്താധാരയിൽ നിന്നുകൊണ്ട് വേണം നമ്മളുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകണം. ആ രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് വനിതാ സംഘങ്ങൾ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു സ്ത്രീ അമ്മയായി കഴിയുമ്പോൾ അവളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുന്നു. അവൾ ശരിക്കും മച്ചുറാകുന്നു, പക്വമതിയാകുന്നു. അല്ലെങ്കിൽ ഏത് കാര്യവും സാമർഥ്യ ബുദ്ധിയോടുകൂടി ചെയ്യാനുള്ള ഒരു കഴിവ് സ്ത്രീകൾക്കുണ്ട്. ആ ഒരു കഴിവിലൂടെ തന്നെ അവളുടെ കുട്ടികളെ വളർത്തി വിദ്യാഭ്യാസത്തിനാണെങ്കിലും ശരി, മറ്റുള്ള രംഗങ്ങളിലാണെങ്കിലും ശരി മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും സ്ത്രീകൾക്ക് തന്നെയാണ് കഴിയുന്നത്. അതിന് ഞാൻ മറ്റൊരു കഥയിലൂടെ തന്നെ പറയാം. ഒരു ഉദ്യോഗസ്ഥൻ, അയാള് രണ്ടാം തരത്തിലുള്ള, അതായത് നമ്മൾ ഉദ്യോഗസ്ഥന് തന്നെ 1, 2, 3, 4 ഇങ്ങനെ ഓരോരോ പടികളായി ഉള്ളതില് എപ്പോഴും ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് മാത്രം കേട്ട്, അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് കീഴ് ജീവനക്കാരന്റെ അനുസരിക്കുക എന്നത് മാത്രമാണ് കീഴ് ജീവനക്കാരൻ ചെയ്യേണ്ടത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന് ഉയർന്ന തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കാര്യം അണുവിട ചലിക്കാതെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ തന്റെ താഴെയുള്ള ജീവനക്കാരും ആ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കണം, അതാണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കഥയാണിത്. അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പറയുമ്പോൾ കൂടുതൽ ആളുകളും അത് അതേപടി അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ സാധാരണ എങ്ങനെയാണല്ലോ, മേളിലുള്ളവർ പറയുന്നത് ചെയ്യാൻ നമ്മളുടെ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതേപടി അനുസരിക്കുകയാണ്. പലപ്പോഴും നമ്മൾക്ക് എതിർക്കാനുള്ള അല്ലെങ്കിൽ അതിനോട് വിദ്വേഷമോ അത് എതിർപ്പോ ഉണ്ടെങ്കിൽ പോലും നിശബ്ദം സഹിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു പെൺകുട്ടി, അതായത് 2ാം നിരയിലുള്ള ഉദ്യോഗസ്ഥന്റെ തൊട്ട് താഴെയുള്ള 3ാം നിരയിലെ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യം അതേപടി അംഗീകരിക്കാൻ തയ്യാറായില്ല. അവൾ അതിനെ എതിർത്തുകൊണ്ട് അതിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ പറയുന്നത് അനുസരിക്കുകയാണ്, സാധാരണ മേലുദ്യോഗസ്ഥൻ പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കുകയാണ്, അതിനെ എതിർക്കാൻ പോകാറില്ല, അങ്ങനെ ഒരു കീഴ്വഴക്കം നമ്മുടെ ഓഫീസിലില്ല, അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നവർ. അപ്പോൾ അവൾ സധൈര്യം അവിടെ പറയുകയുണ്ടായി, തെറ്റെന്താണെന്ന് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം, അത് തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത് എന്ന് അവൾ പറയുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം അമർഷം തോന്നുകയും പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അദ്ദേഹം കുടുംബത്തിൽ എന്ന് അദ്ദേഹത്തിന് അമ്മയോട് പറയുകയുണ്ടായി. അമ്മ എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിഹരിക്കാനായിട്ട് ശ്രമിക്കാനുള്ള തൻ്റെ ഇടത്തിൽ വളർത്താതിരുന്നത്? നമ്മൾ എന്ത് കണ്ടാലും എൻ്റെ അമ്മ ഇവിടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് അച്ഛൻ എന്ത് ചെയ്താലും അതിനെ എതിർക്കാതെ അനുസരിക്കുക മാത്രം ചെയ്യുന്ന ഒരു അമ്മയായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അത് കണ്ട് ശീലിച്ച ആ ഉദ്യോഗസ്ഥനും അതുതന്നെയാണ് ശരി എന്ന് വിചാരിക്കുകയും ഈ പെൺകുട്ടിയുടെ ആ അഭിപ്രായം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം തിരുത്തുന്ന സാഹചര്യത്തിലേക്ക് വരികയും എന്താണോ ശരി ആ ശരി ഉയർത്തിപ്പിടിക്കാനുള്ള മൂല്യത്തോടു കൂടി മറ്റുള്ളവർ വളരണം, അവരെ വളർത്തണം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് മാറുകയും ചെയ്യും. ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ ഉരുളക്കിഴങ്ങിന്റെയും മുട്ടയുടെയും കാര്യം പോലെ തന്നെ അനുഭവങ്ങൾ, ഓരോ കാര്യങ്ങളിലും ശീലങ്ങളും അനുഭവങ്ങളും സാഹചര്യങ്ങളുമാണ് നമ്മളെ മാറ്റുന്നത്, അല്ലെ? ഓരോരോ സാഹചര്യങ്ങൾ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട ഒരു സൗരഭ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളും നമ്മൾ പ്രവർത്തിച്ചു പോകുന്ന രീതികളും വളരുന്ന രീതികളും നമ്മുടെ സംസ്കാരവും ഒക്കെ നമ്മളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അമ്മമാരെ, സഹോദരിമാരെ, ഏവരോടും എനിക്ക് പറയാനുള്ളത്, നല്ല ശിക്ഷണത്തോടു കൂടി നമ്മൾ കുട്ടികളെ വളർത്താൻ തീർക്കുക. ഏറ്റവും നല്ല സാഹചര്യം ഓരോ കുട്ടിക്കും ദാനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നമ്മളുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും പരാജയങ്ങൾ ധാരാളം ഉണ്ടാകാം. ആ പരാജയങ്ങളെയൊക്കെ നിഷ്കരണം മാറ്റിക്കളഞ്ഞുകൊണ്ട് വിജയത്തിലേക്ക് മുന്നേറാനുള്ള പടികളാണ് നമ്മൾ എപ്പോഴും കാട്ടിക്കൊടുക്കേണ്ടത്. ഓരോ അമ്മമാരും ശ്രദ്ധിക്കേണ്ടത്, ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന വിവേചനത്തിലുപരി കുട്ടികളെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല സാമൂഹ്യ
ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവരെ ജീവിതത്തിലെ ഏറ്റവും നല്ല വ്യക്തികളായി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ അങ്ങനെ പരാജയത്തിൽ പിന്നോക്കം പോകുന്നവരുടെ കഥകളിലേക്ക് വന്നാൽ, അമേരിക്കൻ പ്രസിഡന്റായി തീർന്നിരിക്കുന്ന ഏബ്രഹാം ലിങ്കണോ വാൾട്ട് ഡിസ്നിയോ ഒക്കെ കഥകളിലേക്ക് നമ്മൾ കടന്നു നോക്കുക. ഏബ്രഹാം ലിങ്കൺ ആദ്യകാലത്ത് ഒരു ബിസിനസ് ചെയ്തു തുടങ്ങിയിരുന്നു. ആ ബിസിനസ് പൊട്ടിപ്പോവുകയും പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്ന് ഇലക്ഷൻ നിൽക്കുകയും ചെയ്തു. എന്നാൽ ആ ഇലക്ഷനും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. വീണ്ടും അദ്ദേഹം ബിസിനസ്സിലേക്ക് കടന്നു. വീണ്ടും ആ ബിസിനസ് പൊട്ടി. വീണ്ടും അദ്ദേഹം ഇലക്ഷനായിട്ടും മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. ഇവയിലെല്ലാം പരാജയം സംഭവിക്കുകയും അവസാനം വൈസ് പ്രസിഡന്റായി നിന്ന് അവിടെയും പരാജയം അടഞ്ഞ ഏബ്രഹാം ലിങ്കനാണ് പിന്നീട് അമേരിക്കയുടെ പ്രസിഡന്റായി മാറിയത്. അപ്പൊ പരാജയങ്ങളൊന്നും നമ്മളെ തളർത്തില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഓരോ സ്ത്രീകളെയും നമ്മൾ ഉത്തേജിപ്പിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്തു കൊടുക്കണം. പുതിയ മാറ്റത്തിനനുസരിച്ച് നിശ്ചയത്തോടും ദൃഢനിശ്ചയത്തോടും പൂർണ്ണ ലക്ഷ്യത്തോടും കൂടി ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുക, നമ്മുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അതുപോലെ തന്നെയാണ് വാൾട്ട് ഡിസ്നിയുടെ കഥയെടുത്താലും. അദ്ദേഹം നല്ല രീതിയിൽ ചിത്രരചനയിലൊക്കെ ഏറ്റിരുന്ന ആളാണ്. എന്നാൽ ഓരോ ചിത്രവും അയച്ചു കൊടുക്കുമ്പോൾ, ഓരോ പത്രത്തിലായാലും അല്ലെ എവിടെയെങ്കിലും ഒക്കെ കാണിച്ചു കൊടുക്കുന്നിടത്തൊക്കെയും അദ്ദേഹത്തിന്റെ ചിത്രം വളരെ മോശമായി പിന്തള്ളപ്പെട്ട് മനോവിഷമത്തിൽ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു വാൾട്ട് ഡിസ്നി. എന്നാൽ അവസാനം അദ്ദേഹത്തിന്റെ ചിത്രരചനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പള്ളിയിലെ വികാരി അദ്ദേഹത്തെ സമീപിക്കുകയും ഒരു ചെറിയ ചിത്രരചനയിലൂടെ തുടങ്ങി അദ്ദേഹത്തെ വളരെ ഊർജ്ജസ്വലമായ രീതിയിൽ പ്രോത്സാഹനം നൽകി കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ കണ്ടു തുടങ്ങിയ മിക്കി മൗസും വാൾട്ട് ഡിസ്നിയും ഡിസ്നി ലാൻഡും ഒക്കെ, വാൾട്ട് ഡിസ്നിയുടെ ഡിസ്നി ലാൻഡും ഒക്കെ വന്നത്. അപ്പോൾ ഒരു പരാജയവും ഒന്നിനും ഒരു മാർഗമല്ല. പരാജയത്തെ വിജയമാക്കി മാറ്റാൻ ഓരോ വനിതകളും ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് അവനവന്റെ കുട്ടികളെ ആയാലും നമ്മുടെ കുടുംബത്തെ ആയാലും ഉന്നത നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ട പ്രധാന സ്രോതസ് സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീ നന്നായാലേ കുടുംബം നന്നാവൂ, സ്ത്രീ നന്നായാലേ സ്ത്രീത്വം ഉണ്ടാവൂ, സ്ത്രീ ശരിയായാലേ സ്ത്രീ ആകൂ എന്നൊക്കെ ഗുരുദേവന്റെ വാഗ്ദോരണികളിലൊക്കെ നമ്മൾ കേട്ട് വളർന്നത്. സ്ത്രീ ശരിയായാൽ എല്ലാം ശരിയായി. ഒരു കുടുംബം നന്നായി കഴിഞ്ഞാൽ ആ കുടുംബത്തിലൂടെ സമൂഹവും നല്ല നിലയിലേക്ക് വരും. ആ സമൂഹത്തിന്റെ ഉയർച്ചയാണ് രാജ്യത്തിന്റെ ഉയർച്ച. ഇതും നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. സ്ത്രീയുടെ ഒരു പ്രായോഗിക ബുദ്ധി ഒന്ന് വേറെ തന്നെയാണ്. സ്ത്രീകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തിലെ ഒരു ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു പുരുഷനാണെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഡൗൺ ആണെന്ന് നമുക്ക് കാണാം. ആ ജീവിതത്തിൽ പുറകോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ആ അവസ്ഥയിൽ നിന്ന് മുന്നേറാൻ അദ്ദേഹം താമസിയാതെ തന്നെ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്, അല്ലെ? എന്തൊക്കെ സ്നേഹമുള്ളവരാണെങ്കിൽ പോലും അവരവരുടെ കുട്ടികളെ ഓർത്തെങ്കിലും വേറൊരു ജീവിതം വേണ്ട എന്ന് വെക്കുന്നവർ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും വളരെ കുറവാണ്. കൂടുതൽ പുരുഷന്മാരും കുറച്ച് പ്രായമായാൽ പോലും അവരുടെ ജീവിത രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു പങ്കാളിയെ കണ്ടെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം അവർക്ക് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള അവരുടെ പര്യാപ്തതയാണ് കുറവ്. അതിനെ എതിർക്കുകയല്ല ഞാൻ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഒരു സ്ത്രീ ആണെങ്കിൽ അവളുടെ കുഞ്ഞ് തീരെ കുട്ടിയാണെങ്കിൽ പോലും അവൾ ആ കുട്ടിയുടെ ജീവിതം മുന്നേറുക അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഉയർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു. മറ്റൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താതെ ആ കുട്ടികളുടെ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതം നയിക്കുകയും കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മളുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ ഇവിടെ നോക്കിയാലും കാണാൻ പറ്റും. ചിലർ തമാശയായി പറയും, പുരുഷന്മാർ പോയി കഴിയുമ്പോൾ എത്ര പൊട്ടിയായിരുന്ന പെണ്ണുങ്ങളായാലും അവർ നല്ല ഉയർച്ചയിലേക്ക് വരുന്നില്ലെന്ന്. അത് പൊട്ടിയായതുകൊണ്ടൊന്നും അല്ല, അന്ന് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെ സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മളെ ഓരോ സാഹചര്യങ്ങളുമാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകും. ഈ വനിതാ ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, സാഹചര്യം നമ്മെ തേടി വരികയില്ല, നമ്മൾ സാഹചര്യത്തെ തേടി പോവുകയാണ്, അവസരങ്ങൾ തേടി പോവുകയാണ്. ചിലരെങ്കിലും കളിയാക്കാൻ പറയാറുണ്ട്, വനിതകളിൽ ഒരു ഷേക്സ്പിയർ ഉണ്ടോ എന്ന്. വനിതകളിലും ഉണ്ടാകാം. ഇന്ന് പെണ്ണെഴുത്തിന്റെ കാലമാണ്. ധാരാളം സ്ത്രീകൾ സാഹിത്യ രംഗത്തേക്ക് വരുന്നു. നമ്മൾ KR മീരയുടെ ഒക്കെ ആരാച്ചാരൊക്കെ വായിച്ചിട്ടില്ലേ? എന്ത് നല്ലൊരു എഴുത്താണ്. അതിനുള്ള സാഹചര്യങ്ങളും ധാരാളം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ അതിലൂടെയും മുന്നേറുന്നു.
അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ വനിതാ സംഘത്തിന്റെയും ലക്ഷ്യമായി പോകുന്നത്. വനിതാ സംഘത്തിന് സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് SNDP യോഗം വനിതാ സംഘത്തിന്റെയും പ്രധാന കർത്തവ്യങ്ങളും ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ. അതിനുവേണ്ടി എല്ലാവരും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാൻ ഓരോ വനിതകളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് മുന്നേറുക എന്നത് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓരോ വർഷവും വനിതാ ദിനത്തോടനുബന്ധിച്ച് തൊഴിൽ രംഗത്ത് പല പല പ്രശ്നങ്ങളും പല പല കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ലിംഗസമത്വത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ വിഷയം എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുകയുണ്ടായി. എന്താണ് ലിംഗസമത്വം എന്ന് പറയുന്നത്? അതായത് തൊഴിലിടങ്ങളിലായാണെങ്കിലും സാമൂഹ്യ രംഗങ്ങളിലായാണെങ്കിലും വിദ്യാഭ്യാസ രംഗങ്ങളിലാണേലും പുരുഷന്മാർക്ക് നൽകുന്ന അതേ അവസരങ്ങളും അവകാശങ്ങളും പ്രവർത്തന രീതികളും ഒക്കെ സ്ത്രീകൾക്ക് നൽകുക എന്നുള്ളതാണ് നമ്മൾ ലിംഗസമത്വത്തിലൂടെ അതായത് ഒരു വേർതിരിവില്ലാതെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും തുല്യമായി കണ്ടുകൊണ്ട് അവരെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നത് തന്നെയാണ്. ഒരു പെൺകുട്ടിയെ മാറ്റി നിർത്തുക എന്നല്ല. ഞാൻ നേരത്തെ 2 പെൺകുട്ടികളുടെ കഥ പറഞ്ഞല്ലോ. അതിനകത്ത് ആ പെൺകുട്ടി 2 പെൺകുട്ടികളിൽ 2 പെൺകുട്ടികൾ കൂട്ടുകാരായി സ്കൂളിൽ പഠിക്കുകയും അവർക്ക് കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമയിൽ കണ്ടതുപോലെ അവർ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ട് പുറത്ത് ഒരു ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമിന് പോകാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ലാ വരികയും അതിൽ ഇത്തിരി കരുത്തുള്ള കുട്ടിയായ അവൾ മറ്റേ കുട്ടിയെ കൂടെ പ്രേരിപ്പിച്ച് രണ്ടുപേരും കൂടെ ടൗണിൽ പോയി ഉത്സവ പരിപാടികളും അതോടനുസരിച്ചുള്ള ക്രമീകരണങ്ങളിലും കളിപ്പാട്ടങ്ങളിലും ഒക്കെ പങ്കെടുത്ത് നടക്കുമ്പോൾ ആരോ പറഞ്ഞ് അവരെ സ്കൂളിലേക്ക് പിടിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു പെൺകുട്ടി തീരെ പാവപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് വരികയും മറ്റേ പെൺകുട്ടി ഒരു ഉദ്യോഗസ്ഥയുടെ മകളുമാണ്. ഉദ്യോഗസ്ഥയുടെ മകൾ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു സിംഗിൾ പേരന്റ് ആയ ഒരു അമ്മയുടെ മോളായിരുന്നു ആ കുട്ടി. അപ്പോൾ അവളെ കുറെ ദിവസങ്ങളിലേക്ക് അമ്മയുടെ അടുത്ത് നിൽക്കേണ്ട സാഹചര്യവും പിന്നീട് അച്ഛന്റെ അടുത്ത് പോകേണ്ട സാഹചര്യവും ആയതുകൊണ്ട് തന്നെ ഒരു സുരക്ഷിതമായ ജീവിതം അവൾക്ക് മുന്നേറാൻ സാധിക്കാതിരുന്നത് കൊണ്ടാവാം ഈ പെൺകുട്ടി വിളിച്ചപ്പോൾ അവളുടെ കൂടെ പോവുകയും ചെയ്തേ. എന്നാൽ അവളെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവളുടെ അമ്മ അവിടുന്ന് താമസം മാറ്റി അവളുമായി പോവുകയും പിന്നീട് ഈ കുട്ടികൾ തമ്മിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ആ താഴേക്കിടയിലെ സംസ്കാരത്തിൽ വളർന്നു വന്ന അവൾ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പഠിപ്പിച്ചു വന്ന ആ കുട്ടി, അവൾ ഇതിൽ നിന്ന് മോചനത്തിന് വേണ്ടി കൂടുതൽ കരുത്തേറുന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു കരുത്തേറി അവൾ ഒരു സ്ത്രീ സംഘടനയുടെ ഭാഗമാകുകയും സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം സ്ത്രീകളെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നതും അവൾക്ക് ഒരു അവാർഡ് കിട്ടുന്നതും അതിനോടനുബന്ധിച്ച് ഇന്റർവ്യൂ ചെയ്യുവാൻ നമ്മളുടെ ആദ്യത്തെ കൂട്ടുകാരിയായിരുന്ന ഉന്നത കുലത്തിൽ ജനിച്ച കുട്ടി എത്തുന്നതും ഒക്കെയാണ് ആ കഥയുടെ ഇതിവൃത്തത്തിലേക്ക് കടന്നു പോകുന്നത്. ഇതൊക്കെ നമ്മൾ വനിതാ ശാക്തീകരണത്തെ ലക്ഷ്യം ഇട്ടുകൊണ്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ നമ്മളുടെ വീട് കുടുംബങ്ങളിലെ സന്ധ്യാസമയത്ത് നമ്മളുടെ അമ്മമാരൊക്കെയും കടന്നിരിക്കുന്ന സീരിയലുകളിലേക്ക് ഒന്ന് കടന്നു നോക്കൂ. അവിടെ സ്ത്രീകളെ ഏത് രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത്? അത് ഒരിക്കലും ഒരു ശാശ്വതമായ ഒരു രീതിയല്ല, അല്ലേ? അതായത് കണ്ണീരും കുശുമ്പും ആയി കഴിയുന്ന കണ്ണീരോടെ കഴിയുന്ന മരുമകളും, അല്ലെങ്കിൽ അവളെ കുശുമ്പോടെ അല്ലെങ്കിൽ അവളെ ഉപദ്രവിച്ചുകൊണ്ട് മുന്നേറുന്ന അമ്മായിമ്മമാരും ഒക്കെയുള്ള സീരിയലുകളാണ് നമ്മുടെ കുടുംബങ്ങളിലെ അമ്മമാർ പലപ്പോഴും കണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് ഈ സ്ത്രീ മുന്നേറ്റമോ സ്ത്രീ ശാക്തീകരണമോ ഒന്നും ചിലപ്പോൾ പെട്ടെന്ന് ദഹിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഈ സീരിയലുകൾക്ക് അടിപ്പെട്ടു പോകരുതേ. എന്നാൽ അവിടെ ഒരു മറു ചോദ്യമുണ്ട്. ഇപ്പോൾ അണുകുടുംബങ്ങൾ ധാരാളം വന്നിരിക്കുന്ന ഈ സാഹചര്യത്തില് നമ്മൾക്ക് അണുകുടുംബത്തിൽ രാവിലെ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കിയതിനു ശേഷം പല സ്ത്രീകളെ, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പല സ്ത്രീകളെ സംബന്ധിച്ചുള്ളൂ അവർക്ക് സമയം പോക്കിലുള്ള മാർഗം ഈ സീരിയലുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ അത് കണ്ടുപോകുന്നു എന്നത് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇന്ന് സമൂഹത്തിന് വളരെ വളരെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അണുകുടുംബങ്ങളിലാണെങ്കിൽ പോലും അല്ല, കൂട്ടുകുടുംബങ്ങൾ വളരെ വിരളമായിട്ടുള്ളവിടങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ കുട്ടികളുടെ ഉയർച്ച തന്നെയാണ് പ്രധാന ലക്ഷ്യം. എനിക്ക് ഈ അടുത്ത ദിവസം ഒരു അനുഭവം ഉണ്ടായത് പറയാം. കാരണം എല്ലാവരും പറയും പെൺകുട്ടികളാണെങ്കിൽ ബുദ്ധിമുട്ടാണ്, പെൺകുട്ടികളെ ഒന്ന് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടോടുകൂടി പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അതൊക്കെ മാറി.
ഒരു കുടുംബത്തിലെ അച്ഛന് 3 പെൺമക്കളാണ്. 3 പേരും ആരോഗ്യരംഗത്ത് നഴ്സുമാരായി തന്നെ പ്രവർത്തിക്കുന്നു. ആ അച്ഛന് ഒരു വയ്യാഴിക വന്നപ്പോൾ മൂത്ത മകൾ വന്ന് ഓപ്പറേഷന് കൊണ്ടുപോവുകയും അങ്ങനെ ചികിത്സിച്ച് 1 മാസം നോക്കുകയും, രണ്ടാമത്തെ മോൾ വന്ന് അടുത്ത 1 മാസം നോക്കുകയും, മൂന്നാമത്തെ മോൾ വന്ന് അടുത്ത 1 മാസവും നോക്കുകയും ചെയ്യും. ഇത് പെൺകുട്ടികളായതുകൊണ്ടല്ലേ. ആൺകുട്ടികളാണെങ്കിൽ ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. എങ്കിൽ പോലും 3 ആൺകുട്ടികളുള്ള ഒരു കുടുംബത്തിൽ ഈ രൂപത്തിൽ നോക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ? ഇല്ല എന്ന് തന്നെ പറയണം. കാരണം പെൺകുട്ടികളാണ് എപ്പോഴും അച്ഛനെയും അമ്മയും ആൺകുട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് ഇന്നത്തെ കാഴ്ചപ്പാടുകളിലൂടെ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാനും കണ്ടറിയാനും സാധിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ വരുമ്പോൾ എപ്പോഴും പെൺകുട്ടികളാണ് ഇന്ന് എല്ലാ രീതിയിലും മുന്നിട്ട് നിൽക്കുന്നത് എന്നും എപ്പോഴും നമുക്ക് കണ്ടറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു കണ്ടറിവ് കണ്ടുകൊണ്ട് കൂടുതൽ കരുത്ത് നൽകിക്കൊണ്ട് പെൺകുട്ടികളെ മുന്നേക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഉറപ്പ് നൽകിക്കൊണ്ട് അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് ലിംഗസമത്വത്തിലൂടെ തന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിവ് കാണാതെ വളർത്താനാണ് നമ്മൾ ഓരോ അമ്മമാരും അല്ലെങ്കിൽ ഓരോ സ്ത്രീജനങ്ങളും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എനിക്ക് ഇവിടെ എടുത്തു പറയാനുള്ളത്. നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ആ ഒരു പങ്ക് സ്ത്രീ ശാക്തീകരണത്തിന് മുന്നിട്ട് നൽകുക എന്നുള്ളതാണ് വനിതാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ എപ്പോഴും വേറിട്ട് നിർത്തി ചെയ്യേണ്ടതായിട്ടുള്ളത്. എപ്പോഴും അതിനുവേണ്ടിയുള്ളതാവണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നും കണ്ടറിയേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് കേരളത്തിലെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ആശാവർക്കർമാരുടെ 25ാം ദിവസത്തെ സമരമാണ് നടക്കുന്നത്. കേരളത്തിലാണ് ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത് എന്ന് പറയപ്പെടുന്നു എങ്കിലും നമ്മൾ ഇന്ന് വന്ന പത്ര റിപ്പോർട്ടുകളിലൂടെ നമ്മൾ സിക്കിമിലെ 6000 രൂപ വരെയായിരുന്നു കഴിഞ്ഞ വർഷം അവരുടെ വേതനമെങ്കിൽ ഇന്ന് 10,000 രൂപ കൊടുക്കുന്നു. സാക്ഷര കേരളം, വിദ്യാസമ്പന്നരുടെ കേരളം, സ്ത്രീ സുരക്ഷയ്ക്ക് മുന്നേറ്റം നൽകുന്ന കേരളം എന്നൊക്കെ ഉദ്ഘോഷിക്കുമ്പോഴും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കൂ. ഈ ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങളിലും നമ്മൾ സ്ത്രീ സംഘടനകളുടെ കൈ കടത്തേണ്ടതല്ലേ? അവരുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും മുന്നേറ്റങ്ങൾ എപ്പോഴും ഉണ്ടാക്കണം. അത് തന്നെയാണ് തൊഴിൽ രംഗത്തെ നീതി എന്ന് പറയുന്നത്. ആശാവർക്കർമാർ എല്ലാവരും തന്നെ സ്ത്രീജനങ്ങളാണ്. ഏതാണ്ട് 26,000-ഓളം വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ആ സമരങ്ങളിൽ അവർ അധികവും അതല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉദ്ഘോഷിച്ചുകൊണ്ട് അവരുടെ സമരത്തെ നമ്മൾ കാണാതെ പോകും. ലോക വനിതാ ദിനമായ മാർച്ച് 8, അതായത് ശനിയാഴ്ച മാർച്ച് 8-ാം തീയതി ആ സമരം ഏറ്റെടുക്കാൻ പല വനിതാ സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ വനിതാ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്കും നമ്മുടെ കരുത്ത് പകരാവുന്നതാണ്. ആ രീതിയിലൊരു പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഏത് പ്രവർത്തന മേഖലയിലാണേലും ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുവാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേ അറ്റം നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. നിശ്ചിത മാറ്റം സൃഷ്ടിക്കുന്നതിനായി ലക്ഷ്യബോധത്തോടും ദൃഢനിശ്ചയത്തോടും മുന്നേറി പോവുക എന്നുള്ളതാകണം 2025 പ്രമേയത്തിൽ, ലക്ഷ്യത്തിൽ നാം വനിതാ സംഘടനകൾ മുന്നിട്ട് കാണേണ്ടത്. ലിംഗസമത്വം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതായ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ടിറങ്ങണം. അസമത്വങ്ങളും അടിച്ചമർത്തലുകളും നിർത്തലാക്കിക്കൊണ്ട് ഓരോ വനിതാ ദിനവും സ്ത്രീകളുടെ പ്രാധാന്യം ഉദ്ഘോഷിച്ചു കൊണ്ടുപോകുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഉത്തേജനവും പ്രവർത്തനവും നൽകാനാണ് നാം മുന്നിട്ടിറങ്ങേണ്ടത്. എന്നും ആ ഒരു പ്രവർത്തന രീതിയിൽ നിന്നുകൊണ്ട് ആവണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് ആശ്രമം എന്ന കൃതി ഗുരുദേവൻ എഴുതിയപ്പോൾ തന്നെ അതിനകത്ത് ഈ ആശ്രമവും, അതായത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിനോടുകൂടി ധർമ്മസംഘത്തിന്റെ രൂപീകരണത്തോട് ചേർന്നുള്ള അവസരത്തിലാണ് ആശ്രമം എന്ന കൃതി ഗുരുദേവൻ രചിക്കുകയുണ്ടായത്. ആ കൃതിയിൽ ഉടനീളം പറയുന്നത് സ്ത്രീകൾക്കും അതിൽ ഒരേ രീതിയിലുള്ള സമത്വം അല്ലെങ്കിൽ അവകാശം അല്ലെങ്കിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്ന് ഗുരു ആ കൃതിയിലൂടെ ബോധിച്ചു. നമ്മൾ ഓർക്കണം, 1975 വനിതാ ദിനം വന്നപ്പോഴല്ല, ഇത് 1928 തൊട്ടു മുന്നിൽ നടന്ന കാര്യങ്ങളാണ്. ആ ഒരു കാലഘട്ടത്തിൽ പോലും സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗുരു ഏത് രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നു, ആ ഗുരുവിന്റെ അനുഗ്രഹവും പ്രവർത്തന പാരമ്പര്യവും വെച്ചുകൊണ്ടാണ് നമ്മൾ SNDP യോഗം വനിതാ സംഘവും പ്രവർത്തിച്ചു പോകുന്നത്. ആ വനിതാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ എന്നും
ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം ജനങ്ങൾക്ക് എത്തിക്കുക അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക, സ്ത്രീകളെ ധർമ്മത്തിലൂടെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നിരക്ഷരത നിർമാർജനം ചെയ്യാൻ സാധിക്കൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ആദ്യം തന്നെ ഗുരു വിദ്യാഭ്യാസത്തിനും പിന്നീട് ശുചിത്വത്തിനും പിന്നീട് ഈശ്വരഭക്തിക്കും അതിലൂടെ തന്നെ സംഘടന, വ്യവസായം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം ഇവയൊക്കെയും നമുക്ക് കാട്ടിത്തന്നത്. ശുചിത്വം ഉണ്ടായെങ്കിൽ മാത്രമേ മനുഷ്യനെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടാതെ അങ്ങ് ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശുചിത്വം ഉണ്ടായി കഴിയുമ്പോൾ, ഈശ്വരഭക്തിയും ഉണ്ടായി കഴിയുമ്പോൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസവും കൂടി ഒത്തുചേർന്ന് കഴിയുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. ആ ഒരു ചിന്താഗതിയിലൂടെ വളർന്ന് മുന്നേറിയുകൊണ്ടാണ് കേരളത്തിന്റെ സ്ഥിതി ഇന്ന് ഈ സ്ഥിതിയിലേക്ക് മാറിപ്പോയത്. അല്ലെങ്കിൽ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് ഗുരുദേവന്റെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ കൈവന്നതാണ് എന്ന് നമുക്ക് എവിടെയും അടിവരയിട്ട് പറയാം. വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും വനിതാ ദിനത്തിന്റെ പ്രത്യേകതകളിലേക്ക് കടക്കുമ്പോൾ വിപ്ലവ പ്രസ്ഥാനങ്ങളിലൂടെയാണ്, ആ ഒരു വിപ്ലവത്തിലൂടെയാണ് ക്ലാര സെക്റ്റിൻ 1910 കൊണ്ടുവന്ന വനിതാ ദിനം ആചാരണത്തോടെയാണ് അന്ന് അവർ ഉദ്ഘോഷിക്കുമ്പോഴും കേരളത്തിലെ വനിതാ ദിനത്തിന് ഊന്നൽ നൽകാൻ SNDP യോഗം വനിതാ സംഘടനയ്ക്കും സാധിക്കുന്നു എന്ന് അടിവരയിട്ട് പറയാനും സാധിക്കുന്നു. ഇന്ന് എല്ലാ പ്രവർത്തനങ്ങളിലും സ്ത്രീകൾ മുന്നിട്ട് നിൽക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പല പല സംഘടനകളുടെയും തലപ്പത്ത് ധാരാളം സ്ത്രീകൾ വന്ന് കരുത്തോടെ നിൽക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ലിംഗസമത്വമായിക്കൂടാ? നമ്മുടെ ഭരണരംഗത്താണെങ്കിൽ തന്നെ പഞ്ചായത്ത് ഭരണരീതിയിലേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് അതിൽ 33% സംവരണത്തിലൂടെ സ്ത്രീകൾ കയറി വരുന്നു. പിന്നീട് സ്ത്രീ സംവരണ ബിൽ പാസ്സാക്കിയും അത് നടപ്പിലാകുന്നതിന് 2029 വരെ കാത്തിരിക്കേണ്ട സാഹചര്യം എന്താണ് എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയല്ലേ. ആ സ്ത്രീകളുടെ ഓരോ അവസരങ്ങളും അത് വെറും ഔദാര്യമല്ല, അവരുടെ അവകാശമാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ അവരെ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളുടെ അവകാശമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് തൊഴിലിടത്തിലായാലും ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഓരോ സ്ത്രീകളും ഓരോ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതിന് മുന്നിട്ടിറങ്ങണമെന്നാണ് എനിക്ക് പറയുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങിയെങ്കിൽ മാത്രമേ അത് വളരുകയുള്ളൂ. കുടുംബത്തിലെ അന്തരീക്ഷം ഒന്ന് മാത്രമാണ് ഓരോ സ്ത്രീകളുടെയും സന്തോഷവും സമാധാനവും നൽകുന്നത്. സന്തോഷവും സമാധാനവും നിറഞ്ഞ സ്ത്രീകളുടെ ഐശ്വര്യത്തിലൂടെയാണ് കുടുംബത്തിന്റെ പുരോഗതിയും കൈവേറി വരുന്നത്. അത് നാം ഓരോ സ്ത്രീകളും ഓർക്കണം. എന്നാൽ ചില അവസരങ്ങളിലെങ്കിലും സ്ത്രീകൾ തന്നെ ആകുന്നില്ലേ സ്ത്രീകൾക്ക് വില്ലത്തികളാവുന്നത് എന്ന അവസരങ്ങളും ഉണ്ടാകാറുണ്ട്. നമ്മൾ NIT അധ്യാപികയായി ചമഞ്ഞ് എത്രയോ ആളുകളുടെ ജീവൻ അപഹരിച്ച ജോളിയും അതുപോലെ തന്നെ കഷായം കൊടുത്ത ഗ്രീഷ്മയും ഒക്കെ ഇതിനൊരു അപവാദമാണ്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീ സമൂഹത്തിന് ഉയർച്ചയ്ക്കായി നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളാലാകാവുന്ന ഓരോ പ്രവർത്തനങ്ങളിലൂടെയും മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്. അതിന് വനിതാ സംഘടനയായ SNDP യോഗം വനിതാ സംഘത്തിനും അവരുടേതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുണ്ട്. ഓരോ ജനങ്ങളെയും അതിനുവേണ്ടി നയിക്കുക എന്നുള്ളതാണ് അതിലെ ഓരോ പ്രവർത്തകരും. ഒരാളെയെങ്കിലും നമ്മൾക്ക് കരുത്ത് നൽകിക്കൊണ്ട് താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും മഹത്തരം. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവാം, ഇടുക്കി ജില്ലയിലെ രണ്ടാനച്ഛന്റെ ക്രൂരതയാൽ ദുഃഖിതനായ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് തന്നെ പിറന്തള്ളപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയ ഷഫീഖ് എന്ന കുട്ടിയെ സംരക്ഷിക്കുന്ന ഒരു സ്ത്രീരത്നത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മളെല്ലാം പേപ്പറുകളിൽ ഇന്നും വായിക്കാറുണ്ട്. അതിനൊക്കെ കരുത്ത് കൊടുക്കുന്ന ഒരു സ്ത്രീരത്നം തന്നെയല്ലേ അത്. അതിനുള്ള കരുത്ത്, അതിനുള്ള ആ മനസ്സ് നമ്മൾക്കുണ്ടാവണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും ഐശ്വര്യം ഉണ്ടാകണം. ആ ഒരു കുടുംബാന്തരീക്ഷത്തിന് മുന്നിട്ടിറങ്ങാൻ പറ്റുന്നതും സ്ത്രീകൾക്ക് തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയാണ് നമുക്ക് വേണ്ടത്. ഓരോ വനിതാ ദിനവും സ്ത്രീകളുടെ പുരോഗതിയെ, ഉയർച്ചയെ ഉദ്ഘോഷിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴും അത് എത്രമാത്രം നിലവിൽ വന്നു എന്ന് പരിശോധിക്കേണ്ട ഒരവസ്ഥയും നമുക്ക് ഇന്നുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യങ്ങൾ ധാരാളം കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴും ഇന്നും സമൂഹത്തിന്റെ
പല തലങ്ങളിലും സ്ത്രീകൾ ധാരാളം അവഗണന നേരിടുന്നു എന്ന് നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അവഗണനയെ നേരിടാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ വനിതാ ദിനത്തിൽ എന്നാണ് ഓരോ വനിതാ ദിനവും വന്നെത്തുമ്പോൾ ഓരോ വനിതാ സംഘത്തിലെ അംഗങ്ങളും അല്ലെങ്കിൽ ഓരോ വനിതാ പ്രവർത്തകരും അല്ലെ ഓരോ വീട്ടമ്മമാരും ഓരോ സ്ത്രീജനങ്ങളും ചിന്തിക്കേണ്ടത് അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിനും തുല്യതയ്ക്കും അവകാശത്തിനും വേണ്ടിയുള്ളതാവട്ടെ നമ്മളുടെ ഈ വനിതാ ദിനം. ആ വനിതാ ദിനത്തിലേക്ക് ഓരോ വനിതാ ദിനവും വന്നെടുക്കുമ്പോൾ പ്രസംഗിച്ച് ചർച്ചകളിൽ പങ്കെടുത്ത് പോകുന്നതിലുപരി ഒരു സ്ത്രീയുടെയെങ്കിലും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഓരോ സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വനിതാ ദിനത്തിലേക്കുള്ള സമർപ്പണവും അത് തന്നെയാണ്. മറ്റുള്ളവരുടെ ഒരു സ്ത്രീയെയെങ്കിലും കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കാൻ ഒരു സ്ത്രീയുടെ ദുഃഖം കണ്ടറിയാൻ എപ്പോഴും കഴിയുന്നത് മറ്റൊരു സ്ത്രീയാണ്. അതായത് ഹൃദയത്തിന്റെ നൈർമല്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീക്ക് മാത്രമാണ്. പുറം ലോകത്തിനുപരി ഒരു സ്ത്രീയുടെ ദുഃഖം കേട്ടത് മനസ്സിലാക്കി അവളെ സഹായിക്കാൻ സാധിക്കുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വനിതാ സംഘത്തിന്റെ കൂട്ടായ്മകളിൽ നമ്മൾ എപ്പോഴും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ദുഃഖങ്ങളിൽ പങ്കാളികളായി ചേർന്നുകൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ ഒരു സംരക്ഷണവും ആ ഒരു ലക്ഷ്യവും തന്നെ ആവണം നമ്മുടെ ഓരോ വനിതാ ദിനവും. അങ്ങനെ വനിതാ ദിനത്തിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഗുരുവിന്റെ എല്ലാ കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിശ്ചിത മാറ്റത്തിലൂടെ സൃഷ്ടിക്കുന്നതിന്, അതായത് ലോകത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നതിന്, സ്ത്രീകളുടെ പ്രവർത്തനങ്ങളിൽ ഒരു മുന്നേറ്റം സംഭവിക്കുന്നതിന് ഓരോ സ്ത്രീകളും ദൃഢനിശ്ചയത്തോടുകൂടിയും ഉത്തമ പ്രവർത്തനങ്ങളോടുകൂടിയും മുന്നേറണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ലിംഗസമത്വവും സ്ത്രീ സുരക്ഷയും തുല്യതാബോധവും ഉള്ള ഒരു വനിതാ ദിനം ആശംസിക്കുന്നു. ഏവർക്കും സുരക്ഷിതമായ ഒരു ജീവിതം കൈവരിക്കാനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിലും ഉണ്ടാകട്ടെ. കേരളം തുല്യ സാക്ഷരതയാണ്, കേരളത്തിലെ എല്ലാവരും വിദ്യാസമ്പന്നരാണ് എന്ന് ഉദ്ഘോഷിക്കുമ്പോഴും നമ്മൾ ദിവസവും പത്രമെടുക്കുമ്പോൾ കാണുന്ന ഓരോരോ വാർത്തകൾ, ഓരോരോ പ്രവർത്തനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനൊക്കെ മാറ്റം വരുത്താൻ നമുക്കാകാവുന്നത് എന്ത് ചെയ്യാം? ഈ കഴിഞ്ഞ ദിവസം തന്നെ സിന്തറ്റിക് ട്രക്കിന് അടിമപ്പെട്ട് 4-5 ആളുകളുടെ ജീവൻ എടുത്ത അബാനും അതുപോലെ തന്നെ യദുവും ഒക്കെ നമ്മുടെ കൺമുന്നിലുള്ളപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി നല്ല ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ ഓരോ മാതാവിനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല ഒരു കുടുംബജീവിതം ഓരോരുത്തർക്കും വിഭാവന ചെയ്യാൻ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുരക്ഷിത കേരളം സ്വപ്നം കണ്ടുകൊണ്ട് സമൂഹത്തിൽ ധൈര്യമായി നമുക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ ഈ വനിതാ ദിനാശംസകൾ എല്ലാവർക്കും സമർപ്പിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാലും ഇന്നും സാക്ഷര കേരളത്തിൽ ഇറങ്ങി നടക്കുന്നതിനേക്കാൾ നന്നായി രാത്രിയിൽ പോലും നടക്കാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്ന ബംഗാളിൽ കൂടി രാത്രികാലങ്ങളിൽ നടന്ന് പോകാനുള്ള സാഹചര്യങ്ങൾ പല ദിവസങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. സ്വർണം ഉപയോഗിക്കരുത് എന്നൊരു കാര്യം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ഥിതി അതല്ല. സ്വർണം ഇല്ലാതെ ഇന്ന് സ്വർണം ഉപയോഗിക്കുന്ന കാലമൊന്നും അല്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ സുരക്ഷിതമായി ഒരു സ്ത്രീക്ക് പൊതുതരത്തിലൂടെ ഇന്ന് നടക്കാം എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനും ലിംഗസമത്വം നടപ്പിലാക്കാനും സ്ത്രീ സുരക്ഷ നടപ്പിലാക്കുവാനും സാധിക്കട്ടെ. അതിന് ഈ വനിതാ ദിനം ഉപകരിക്കട്ടെ. ഈ വനിതാ ദിനത്തിലെ ചർച്ചകളെല്ലാം ലിംഗസമത്വം വേഗത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലിംഗസമത്വത്തിന്റെ പ്രവർത്തനങ്ങൾ ദുരിതപ്പെടുത്തുന്നതിനാകട്ടെ ഐക്യരാഷ്ട്രസഭ ഉന്നയിക്കുന്ന ആ പ്രമേയം നടപ്പിലാക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്ന് എല്ലാ വനിതാ സംഘാംഗങ്ങളെയും ഉദ്ഘോഷിച്ചുകൊണ്ട് വനിതാ ദിനത്തിന് ആശംസ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നെ വീക്ഷിച്ച എല്ലാവർക്കും എനിക്ക് ഇതിന് അവസരം തന്ന ജഗദ്വാണിയുടെ ഗ്രൂപ്പിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സുഷ്മ മാഡം. ഇത്രയും സമയം വനിതാ ദിനവും വനിതാ സംഘവും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് കോട്ടയം ശ്രീനാരായണ കോട്ടയം SNDP യൂണിയൻ വനിതാ സംഘത്തിന്റെ സെക്രട്ടറി കൂടിയായ ശ്രീമതി സുഷ്മ മോനപ്പർ അവറുകളാണ്. സമകാലീന സംഭവങ്ങളെ കൂട്ടിയിണക്കി ഇന്നത്തെ സ്ത്രീ സമൂഹത്തിന്റെ സ്ഥിതികളെ കുറിച്ച്
നമുക്ക് വ്യക്തമാക്കി തന്ന, ലിംഗസമത്വത്തിന്റെ പ്രാധാന്യം നമ്മളോട് പറഞ്ഞു തന്ന ശ്രീ സുഷമാജിക്ക് കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെയും മാഡത്തെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പേരുള്ള നന്ദി അറിയിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് ശ്രീമതി സുനിമോൾ ആർപ്പുക്കര. സമർപ്പണ പ്രാർത്ഥന സുനിമോൾ ആർപ്പുക്കര. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. നമസ്തേ.